തെന്നിന്ത്യയിലൊട്ടാകെ രോമാഞ്ചമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാന്താരയുടെ ട്രെയിലർ. കാന്താര 1 ശേഷം കാന്താരയുടെ 2ാം ഭാഗം ചാപ്റ്റർ 1 എന്ന പേരിലാണ് ഒക്ടോബർ 2-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്നത്. 1-ാം ഭാഗം പല ഭാഷകളിലും പ്രശസ്തമായി എന്നതുകൊണ്ട് തന്നെ 2ാം ഭാഗത്തിനു വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. കർണാടകയുടെ തീരദേശത്തുള്ള ഒരു കാടിനെ ചുറ്റിപ്പറ്റിയാണ് 1-ാം ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ 2ാം പകുതിയിൽ കുറച്ച് ദൈവീകമായ സന്ദർഭങ്ങൾ വന്ന് ചേരുന്നുമുണ്ട്. അതിൻ്റെ മേക്കിംഗ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ആ സിനിമയുടെ പ്രീക്വലായി പുറത്തിറങ്ങാൻ പോകുന്ന കാന്താര ചാപ്റ്റർ 1 കൊളോണിയൽ കാലഘട്ടത്തിനു മുമ്പ് തീരദേശ വനപ്രദേശമായ കാന്താര എന്ന കാടിനെ ചുറ്റിപ്പറ്റിയും അവിടങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള നാടോടി കഥകളെയും ദൈവസങ്കല്പങ്ങളെയും വിശ്വാസങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള കഥയാണെന്ന് പറയപ്പെടുന്നു. കാന്താര എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഗൂഢമായ വനം എന്നാണ്. ഈ സിനിമ മലയാളികൾക്കായി സമർപ്പിക്കുന്നത് മലയാളികളുടെ പ്രിയ നടനായ പൃഥ്വിരാജാണ്. സിനിമ ചിത്രീകരണം തുടങ്ങിയ അന്ന് മുതൽ ജനശ്രദ്ധ നേടുന്നുണ്ട്. ഒരുപാട് മരണങ്ങൾ സിനിമയുടെ സെറ്റിൽ സംഭവിച്ചതായി പറയുന്നു. മരണങ്ങളോ അതോ ഗുളികന് വേണ്ടിയുള്ള ബലിയോ എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്നവർ പുകവലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, മാംസം ഭക്ഷിക്കാൻ പാടില്ല എന്ന് തുടങ്ങുന്ന ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അണിയറ പ്രവർത്തകർ ആ പോസ്റ്ററിൻ്റെ പിതൃത്വം നിഷേധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തെ കേന്ദ്രീകരിച്ച് മാത്രം ഇത്തരത്തിലുള്ള ചില പോസ്റ്ററുകൾ പ്രചരിക്കുന്നു? പണ്ട് ആദിപുരുഷ് എന്ന് പറഞ്ഞ ഒരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. ആ സിനിമയിൽ ഹനുമാന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിരിക്കും ഇത്, അതോ അതല്ലാതെ ചില നിഗൂഢതകൾ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകുമോ? കയറിപ്പോരും ചങ്ങായിമാർ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. കാന്താര കർണാടകത്തിലെ പാടിപ്പതിഞ്ഞ ചില ദൈവസങ്കല്പങ്ങളെക്കുറിച്ചുള്ള ഒരു സിനിമയാണ് കാന്താര എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിലേറ്റവും കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നത് ഒരു കലയെക്കുറിച്ചാണ്. ഭൂതകോലം എന്നറിയപ്പെടുന്ന ഒരു കലയെക്കുറിച്ച്. കേരളത്തിലെ കാസർഗോഡ് മുതൽ കർണാടകത്തിലെ ചില തീരദേശ പ്രദേശങ്ങളിൽ വരെ ആചരിച്ചു പോരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഭൂതകോലം. മലയാളികൾ പൊതുവെ പറയുന്ന ഭൂതം എന്ന വാക്കും ഈ ഭൂതം എന്ന വാക്കിനും വ്യത്യാസമുണ്ട്. ഇതൊരു തുളു വാക്കാണ്. ദൈവം, ആത്മാവ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഭൂതം. കളി, ഉത്സവം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് കോലം. ഈ ഒരു സംസ്കാരം കേരളത്തിലോ കർണാടകത്തിലോ ആരംഭിച്ചതല്ല എന്നും അതിൻ്റെ തുടക്കം ശ്രീലങ്കയിൽ നിന്നുമാണ് എന്നുമാണ് പറയപ്പെടുന്നത്. 14-ാം നൂറ്റാണ്ട് മുതൽ അനുഷ്ഠിച്ചു പോരുന്ന ഈ കലാരൂപം യക്ഷ ആരാധനയായി ഇന്നും ശ്രീലങ്കയിൽ കൊണ്ടാടുന്നതായി പറയുന്നു. എന്നാൽ യക്ഷ ആരാധനയും ഭൂതകോലവും കാലങ്ങൾക്ക് മുമ്പ്, അതായത് പ്രാചീന ദ്രാവിഡ കാലത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതായും ആദിവാസികൾ അത് ആചരിച്ചിരുന്നതായും ഒരു വാദമുണ്ട്. ആന്ത്രപ്പോളജിസ്റ്റായ പീറ്റർ ക്ലോസ് ആ വാദം അംഗീകരിക്കുന്നുമുണ്ട്. പഞ്ചുരുളി, ബ്രഹ്മേരു, കോടമണിത്തായ, രക്തേശ്വരി, ഉരുന്തരയ്യ, ഹൊസദേവത, ചാമുണ്ടി, ഉക്കാട്ടിരി എന്നിങ്ങനെ നിരവധി ദേവതകൾ ഭൂതകോലത്തിലുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ വസൂരി ദേവതയായ മാരിയമ്മയും ഭൂതകോലമായി അവതരിക്കാറുണ്ട്. ഭൂതങ്ങൾ വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവരാണ് എന്ന് കരുതപ്പെടുന്നു. അവരിൽ ജൈനന്മാരും മാപ്പിളയും കൊറകയുമൊക്കെ അടങ്ങുന്നു. ദേവതകളോടൊപ്പം ആത്മാക്കളും വന്യമൃഗങ്ങളുമെല്ലാം ഭൂതകോലമായി പ്രത്യക്ഷപ്പെടാറുണ്ട്. കാന്താരയിലെ കഥാതന്തുവായ ഭൂതകോലം ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമല്ലെന്നും ഹിന്ദുക്കൾ വരുന്നതിന് മുമ്പേ അതിവിടെ ആചരിച്ചു പോന്ന ഒന്നായിരുന്നു എന്നും കന്നഡ നടനായ ചേതൻ പറഞ്ഞത് ഒരു വലിയ വിവാദമായി മാറിയിരുന്നു. ആന്ത്രപ്പോളജിസ്റ്റുകൾ പോലും തെളിവുകൾ സഹിതം പറയുന്ന ഈ ഒരു വാദം എങ്ങനെയാണ് ഒരു വിവാദമായി മാറിയത് എന്ന് ഇന്നും അത്ഭുതമാണ്. ഞാൻ വരാം, ഒപ്പം എൻ്റെ ഗുളികനും. എന്നെ ചതിച്ചാൽ ഞാൻ ക്ഷമിക്കും, പക്ഷേ എൻ്റെ ഗുളികൻ ക്ഷമിക്കില്ല. നമുക്കെല്ലാവർക്കും രോമാഞ്ചമുണ്ടാക്കിയ ഒരു ഡയലോഗായിരുന്നു അത്. കാന്താരയിലെ ഭൂതകോലം ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് ഗുളികനെയാണ്. പഞ്ചുരുളിമൂർത്തി രാജാവിനോടൊപ്പം കാന്താരക്കാട് ഇറങ്ങുമ്പോൾ ഒപ്പം ഗുളികനുണ്ടായിരുന്നു. പക്ഷേ നമ്മളാരും ഗുളികനെ കണ്ടില്ല. കഥയിൽ രാജാവ് ചതിച്ചു. കുറേ ജീവനുകൾ നഷ്ടപ്പെട്ടു. ഒന്നും ചെയ്യാനാവാതെ തകർന്നിരുന്ന നാട്ടുകാർക്ക് മുമ്പിൽ തോറ്റു വീണവൻ്റെ ശ്വാസത്തിനടുത്ത് പഞ്ചുരുളി പ്രത്യക്ഷപ്പെട്ടു. തീക്കനൽ പോലുള്ള ഒരു ഊതലിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. പിന്നെ കേട്ടത് ഗുളികൻ്റെ അട്ടഹാസമായിരുന്നു. തെയ്യപ്രപഞ്ചത്തിൽ അങ്ങനൊരു പേരുണ്ട്, ഗുളികൻ. കുഞ്ഞുങ്ങളുടെയും അശരണരുടെയും കുളിയൻ.
മഹാദേവന്റെ പെരുവിരലിൽ നിന്നും കാലനില്ലാത്ത കാലത്ത് ഉദ്ഭവിച്ച ഗുളികൻ. അങ്ങനെ ഒരു കഥയുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത മൃഗണ്ടു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിച്ച ഒരു കഥ. ശിവൻ മൃഗണ്ടുവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 100 വയസ്സുള്ള തിരുമണ്ടനായ കുഞ്ഞിനെ വേണോ, അതോ വെറും 16 വയസ്സ് മാത്രം ആയുസ്സുള്ള കൂർമ്മബുദ്ധിയായ മകനെ വേണോ? ശിവൻ ചോദിച്ചു. ആയുസ് കുറഞ്ഞാലും അറിവുള്ള കുഞ്ഞു മതി. മഹർഷി മറുപടി പറഞ്ഞു. അതങ്ങനെ ആകട്ടെ എന്ന് ശിവനും പറഞ്ഞു. ആ കുഞ്ഞിന് മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. 16 വർഷങ്ങൾ അവസാനിക്കുന്ന ദിനം. മാതാപിതാക്കൾക്ക് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ സത്യം മാർക്കണ്ഡേയനോട് തുറന്നു പറഞ്ഞു. മരണം എന്നതിനേക്കാൾ അച്ഛനെയും അമ്മയെയും വിട്ടുപോകുന്നതിൻ്റെ വിഷമമായിരുന്നു മാർക്കണ്ഡേയന്. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്കേ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ മാർക്കണ്ഡേയൻ മഹാദേവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയം മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായി കാലനെത്തി. പക്ഷേ മഹാദേവനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ കൊണ്ടുപോകും? കാലൻ കുഴപ്പത്തിലായി. കാലനെ കണ്ട മാർക്കണ്ഡേയൻ ശിവലിംഗം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. തൻ്റെ കയ്യിലെ കുരുക്കെറിഞ്ഞ് മാർക്കണ്ഡേയനെ കാലൻ വലിച്ചടുപ്പിക്കവേ ശിവലിംഗം ഇളകിമറിഞ്ഞു വീണു. അതിൽ കോപം പൂണ്ട ശിവൻ തൻ്റെ തൃക്കണ്ണുകൊണ്ട് കാലനെ ഭസ്മമാക്കിയതായാണ് കഥ. കാലനില്ലെങ്കിൽ പിന്നെ കാലമില്ല എന്നാണല്ലോ. കാലൻ ഒരു പിടി ചാരമായി മാറി. അതോടുകൂടി ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മരണമില്ലാതെയായി. അത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന് മനസ്സിലായ ശിവൻ തൻ്റെ ഇടതുകാൽ ഭൂമിയിൽ അമർത്തി വെച്ചു. പെരുവിരലിൽ നിന്നും അതോടുകൂടി ഒരു ദേവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് കഥ. ഭൂമിയിലേക്ക് പോവുക, കാലൻ്റെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് തൃശൂലവും കാലപാശവും നൽകി ആ ദേവനെ ശിവൻ ഭൂമിയിലേക്ക് അയച്ചു. അതോടുകൂടി കാലനില്ല കാലത്തെ കാലനായി ആ ദേവൻ അവതരിക്കുകയും ചെയ്തു. അതാണ് സാക്ഷാൽ ഗുളികൻ. തെയ്യപ്രപഞ്ചത്തിൽ 101 ഗുളികന്മാരുണ്ട് എന്നാണ് പറയുന്നത്. ഉത്തര കേരളത്തിൽ പല സമുദായത്തിലും ഗുളികനെ ആരാധിക്കുന്നുമുണ്ട്. ഗുളികനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമയായതുകൊണ്ടായിരിക്കുമോ അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ തുടക്കം മുതൽ ഇത്രത്തോളം അപകടങ്ങൾ സംഭവിച്ചത്? അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. ഇതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാലങ്ങൾക്ക് മുമ്പേ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ എന്ന് പത്മരാജൻ ചിന്തിച്ചു തുടങ്ങിയോ അന്ന് മുതൽ ആ സിനിമ ചെയ്യരുത് എന്ന് അദ്ദേഹത്തോട് ഉപദേശിച്ച ഒരുപാട് പേരുണ്ട്. അത്തരം ചില കഥകൾ ഞാൻ വായിച്ചിട്ടുമുണ്ട്. അതൊന്നും കേൾക്കാതെയാണ് പത്മരാജൻ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷേ സിനിമ പുറത്തിറങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത മലയാളികളെ ഒന്നടങ്കം ഭയപ്പെടുത്തിയിരുന്നു. 1991 ജനുവരി 11 ഞാൻ ഗന്ധർവൻ റിലീസ് ചെയ്യുന്നത്. പടം പുറത്തിറങ്ങി കൃത്യം 13-ാം ദിവസം ജനുവരി 24-ാം തീയതി പത്മരാജൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. ദൈവികമായ ശക്തികളെ കേന്ദ്രീകരിച്ച് സിനിമ ചെയ്യുന്നത് ദൈവകോപമാണ് എന്നാണ് അന്നുള്ളവർ വാദിച്ചത്. എന്നിട്ട് അത്തരം ചിന്തകൾ അവസാനിച്ചു? ഒരിക്കലുമില്ല. ഈ അടുത്ത കാലത്താണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ ചാത്തനായി അഭിനയിച്ച മമ്മൂക്കയെക്കുറിച്ചൊരു വാർത്ത വന്നത്. ചാത്തനായി അഭിനയിച്ചത് കൊണ്ടാണത്ര ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നിരുന്നത് എന്ന പോസ്റ്റ് ഭരിച്ചത് 2025 സോഷ്യൽ മീഡിയയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരല്പം ചീത്തപ്പേരുള്ള ക്ഷിപ്രകോപിയായ ഗുളികനെക്കുറിച്ച് ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായും കഥകൾക്ക് പഞ്ഞമുണ്ടാവില്ലല്ലോ. പക്ഷേ ഗുളികനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കാന്താരയുടെ 1-ാം ഭാഗത്തല്ല, 2-ാം ഭാഗത്ത് വിശദീകരിക്കുന്നത് ബ്രഹ്മരക്ഷസിനെ കുറിച്ചല്ലേ. ഇനി അതുകൊണ്ടായിരിക്കുമോ ചിത്രീകരണ വേളയിൽ ഇത്രത്തോളം അപകടങ്ങൾ സംഭവിച്ചത്? അങ്ങനെയെങ്കിൽ ആരാണ് ഈ ബ്രഹ്മരക്ഷസ്? പൊതുവെ പറയപ്പെടുന്നത് അപ്രതീക്ഷിതമായി മരണപ്പെടുന്ന ബ്രാഹ്മണന്മാരാണ് ബ്രഹ്മരക്ഷസായി മാറുന്നത് എന്നാണ്. അതേസമയം വിഷ്ണുമായയുടെ ഉപദേവതകളിൽ ഒരാളാണ് ബ്രഹ്മരക്ഷസ് എന്നും വിശദീകരിക്കപ്പെടുന്നു. അപൂർവ ദിവ്യശക്തിയുള്ള ഒരു വനദേവതാ സങ്കല്പമാണ് ബ്രഹ്മരക്ഷസ്. തേർവാഴ്ച, വരത്തുപോക്ക് എന്നൊക്കെ പറയുന്ന തനിയെ നീങ്ങുന്ന തീഗോളങ്ങൾ രക്ഷസുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. ഗ്രാമത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ നിന്നും ദേവി തൻ്റെ ഭൂതഗണങ്ങളോടൊപ്പം ബ്രഹ്മരക്ഷസിൻ്റെ മുല്ലത്തറയിലേക്ക് ചൊവ്വ ദിവസങ്ങളിൽ ആർപ്പും വിളിയോടുകൂടി തീപ്പന്തവുമായി പോകുന്നതാണ് എന്നാണ് വിശ്വാസം. പോകുന്ന പോക്കിൽ ആടിനെയോ പശുവിനെയോ തൊഴുത്തിന് പുറത്തെങ്ങാൻ അബദ്ധത്തിൽ കണ്ടാൽ അതിൻ്റെ ചോര കുടിക്കാനും ഭൂതഗണങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. പുലർച്ചെ ബ്രാഹ്മമുഹൂർത്തം വരെയാണ് ഇവർക്ക് ഇറങ്ങി തേർവാഴ്ച നടത്താൻ അനുവദിച്ചിരിക്കുന്ന സമയം.
അതുകൊണ്ട് പണ്ട് കാലത്ത് 3 മണിക്ക് ശേഷമേ ജനങ്ങൾ പുറത്തിറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ വല്ല ആൾമറയില്ലാത്ത കിണറ്റിലോ കുളത്തിലോ ആയിരിക്കും ജഡം പൊങ്ങുക എന്നും അന്ന് വിശ്വസിച്ചിരുന്നു. ബ്രഹ്മരക്ഷസിൽ നിന്നും രക്ഷ നേടാൻ രക്ഷസന് ഒരു മുല്ലത്തറ കെട്ടി പീഠം വെച്ച് ആരാധിക്കുകയാണ് പോംവഴി. എന്നാൽ അതിന് സാധിക്കാത്തവർ വർഷത്തിലൊരിക്കൽ രക്ഷസിന് കൊടുക്കുക എന്നൊരു ചടങ്ങ് നടത്തിപ്പോരുന്നു. ഇന്നും കേരളത്തിലെ പലയിടങ്ങളിലും ബ്രഹ്മരക്ഷസിന് കൊടുക്കുക എന്ന് പറയുന്ന ചടങ്ങ് നടത്താറുണ്ട്. ഇതെല്ലാം വെറും അന്ധവിശ്വാസമായാണ് നമ്മളിൽ പലരും കാണുന്നത്. അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും തള്ളിക്കളയുന്നതിൻ്റെ കൂട്ടത്തിൽ കാന്താരയുടെ ചിത്രീകരണ വേളയിൽ സംഭവിച്ച കാര്യങ്ങളെ തള്ളിക്കളയാൻ സാധിക്കില്ല. അവിടെ അപകടങ്ങൾ മുതൽ മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. 2023 നവംബറിൽ ആരംഭിച്ച ഷൂട്ടിംഗ് 1 വർഷം കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. കൃത്യം 1 വർഷം കഴിഞ്ഞ് 2024 നവംബർ 24-നാണ് ആദ്യമായി ഒരു അപകടം റിപ്പോർട്ട് ചെയ്യുന്നത്. 20 ജൂനിയർ ആർട്ടിസ്റ്റുകളുമായി സെറ്റിലേക്ക് വന്ന ബസ് മറിഞ്ഞു എന്ന വാർത്ത. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഒരു വാർത്ത വരുന്നത് 2025 മെയ് മാസമാണ്. വൈക്കം സ്വദേശിയായ MF കപിൽ സൗവർണിക നദിയിൽ മുങ്ങി മരിച്ചു എന്ന വാർത്ത. സെറ്റിലെ വിശ്രമവേളയിൽ ഒന്ന് മുങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു പോയ കപിൽ പിന്നെ തിരികെ വന്നില്ല എന്ന് മനോരമ, മാതൃഭൂമി പോലുള്ള പ്രമുഖ പത്രങ്ങളിൽ വാർത്തയായിരുന്നു. അടുത്തയാൾ 33-കാരനായ രാകേഷ് പൂജാരിയാണ്. മരണകാരണം ഹൃദയാഘാതവും. ജൂൺ 12-ന് പുറത്തു വന്ന കാന്താര സെറ്റിലെ മരണവാർത്ത കലാഭവൻ നിജുവിൻ്റേതായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി ഒരുക്കിയ ഹോം സ്റ്റേയിൽ വെച്ച് ഹൃദയാഘാതം കാരണമായിരുന്നു നിജുവിൻ്റെ അന്ത്യം. തുടർന്ന് 30 പേരടങ്ങുന്ന അണിയറ പ്രവർത്തകർ സഞ്ചരിച്ച ബോട്ട് മുങ്ങിയതായും വാർത്ത ഉണ്ടായിരുന്നു. അതോടെ ഒന്നും അവസാനിച്ചിട്ടില്ലായിരുന്നു. ഓഗസ്റ്റ് 25-ാം തീയതി കലാസംവിധായകനും നടനുമായിട്ടുള്ള ദിനേശ് മംഗളൂർ ചിത്രീകരണ വേളയിൽ പക്ഷാഘാതം വന്ന് വീണു. തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. ചിത്രീകരണ വേളയിൽ പല തവണ മരണത്തെ മുഖാമുഖം കണ്ടതായി ഋഷഭ് ഷെട്ടിയും പറയുന്നു. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ കാന്താര ഒരു സാധാരണ സിനിമയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനെ ചുറ്റിപ്പറ്റി യാതൊരു നിഗൂഢതകളുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ നിഗൂഢതകളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 2024 നവംബറിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ബസ് ആക്സിഡന്റ്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളിലെല്ലാം ബസ് തലകീഴായി മറിഞ്ഞു എന്നും നിരവധി പേർക്ക് ഗുരുതരമായ പരിക്ക് സംഭവിച്ചു എന്നും ചിലർ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നും പറയപ്പെടുന്നു. എന്നാൽ അതേക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചപ്പോൾ അതിൽ കുറേയൊക്കെ അതിശയോക്തി മാത്രമായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അപകടം സംഭവിച്ചിരുന്നു എങ്കിലും അത് നിസ്സാരമായ ഒന്നായിരുന്നു എന്നും ആർക്കും പരിക്കുകളൊന്നും തന്നെ പറ്റിയിട്ടില്ല എന്നും കണ്ടെത്താൻ കഴിഞ്ഞു. കപിലിന്റെ മരണവാർത്തയാണ് അടുത്തത്. ചിത്രീകരണ വേളയിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം വെറുതെ നീന്താനിറങ്ങിയ കപിൽ മുങ്ങി മരിച്ചു എന്നായിരുന്നു ആ വാർത്ത. എന്നാൽ അതൊരു കള്ളമായിരുന്നു. മരണം നടന്നു എന്നത് ഒരു സത്യമാണ്. പക്ഷേ അത് കാന്താര സെറ്റിൽ വെച്ചായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്രയിലായിരുന്നു. അതേക്കുറിച്ച് ഹൊമ്പാല ഫിലിംസ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. അടുത്ത മരണം രാകേഷ് പൂജാരിയുടേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു മെഹന്തി സെറിമണിക്കിടയിലായിരുന്നു ആ അപകടം സംഭവിച്ചത്. അതിൻ്റെ തലേ ദിവസം അദ്ദേഹത്തിന് ഒരു ചെറിയ നെഞ്ചുവേദന വന്നതായും റിപ്പോർട്ടുകളുണ്ട്. പിറ്റേന്ന് മെഹന്തി സെറിമണിക്കിടയിൽ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തിരുന്നു. കലാഭവൻ നിജുവിൻ്റെ മരണത്തിൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മരണം സംഭവിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ മരണം സംഭവിച്ച സമയത്തോ സാഹചര്യത്തിലോ അദ്ദേഹത്തിന് കാന്താര സിനിമയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കാന്താര സിനിമയിൽ ഒരു ഭാഗം അഭിനയിച്ചിരുന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് കാന്താര സിനിമയുമായുള്ള ബന്ധം. പിന്നെയുള്ളത് 30 പേർ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ കഥയാണ്. യഥാർത്ഥത്തിൽ അതൊരു ബോട്ടായിരുന്നില്ല. ബോട്ട് പോലെ സൃഷ്ടിച്ചെടുത്ത ഒരു വസ്തുവായിരുന്നു. സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു വസ്തു. ആ ബോട്ട് മറിഞ്ഞ് ആർക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ആ ബോട്ട് മറിയുമ്പോൾ അതിൽ സഞ്ചാരികൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പരിസരത്തെങ്ങും ഒരു മനുഷ്യജീവിയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇനി അടുത്തത് ദിനേശ് മംഗളൂരുവിൻ്റെ മരണമാണ്. അദ്ദേഹത്തിന് സെറ്റിൽ വെച്ച് സ്ട്രോക്ക് ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ 55 വയസ്സുള്ള അദ്ദേഹത്തിന് അതിനു മുമ്പും അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. സെറ്റിൽ നിന്നും സ്ട്രോക്ക് ഉണ്ടായതിനു ശേഷം 1 മാസത്തിന് ശേഷം കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. പക്ഷെ കഥകൾ മെനയുന്നവർക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കാന്താര സെറ്റിൽ നടക്കണമായിരുന്നു.
എങ്കിൽ മാത്രമേ ഇത് ഗുളികനുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, ഗുളികൻ്റെ ശാപമായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ സംശയം ഇതാണ്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗുളികൻ നമുക്കിടയിലുള്ള ഒരു ഗുളികനായിരിക്കുമോ? അതായത് ചില പ്രത്യേക സിനിമകളിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ഞാൻ കണ്ടതായി ഓർത്തു. പറഞ്ഞു വരുന്നത് എസ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തിരുന്ന ഹൊറർ സിനിമയായിരുന്നു എസ്ര. അതിൻ്റെ വാർത്തകളിൽ ആദ്യം ഇടം നേടിയിരുന്നത് സെറ്റിലുണ്ടായ ചില പാരാനോർമൽ അനുഭവങ്ങളെക്കുറിച്ച് വന്ന വാർത്തകളും അഭിമുഖങ്ങളുമായിരുന്നു. അതോടൊപ്പം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. പടം തുടങ്ങുന്നതിന് മുമ്പേ പ്രൊഡ്യൂസർമാരിൽ ചിലർ സെറ്റ് വെഞ്ചരിക്കാൻ ആവശ്യപ്പെട്ടതായി. ഒന്നുകൂടി ആ റിപ്പോർട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, AVI ഗ്രൂപ്പിനോടൊപ്പം ആ സിനിമയിലെ നായകനായ പൃഥ്വിരാജും നായിക പ്രിയ ആനന്ദും പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു എന്ന്. എന്നാൽ എന്തിനായിരിക്കും പൃഥ്വിരാജ് അടങ്ങുന്ന ആ പ്രൊഡക്ഷൻ വെഞ്ചരിപ്പിനെ കുറിച്ച് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടാവുക? പൃഥ്വിരാജ് ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കുമോ? അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ പാരനോർമൽ ആക്ടിവിറ്റി? എനിക്കും ഇതിൽ വലിയ വിശ്വാസമുള്ള ഒരാളല്ല. ഞാൻ അങ്ങനെ ഇൻഫാക്ട് ഞാൻ ഒരു ഭയങ്കരമായ ഒരു ദൈവവിശ്വാസിയുമല്ല. ഞാൻ അമ്പലങ്ങളിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര സ്റ്റോഞ്ച് ദൈവവിശ്വാസിയുമല്ല. എനിക്ക് മറ്റേ ഇതിന്റെ മറുവശത്തിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസിലും തീരെ വിശ്വാസമില്ലാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. അതിപ്പോൾ പാരാനോർമൽ ആയാലും ശരി, നോർമൽ ആയാലും ശരി. പിന്നെ ഇതെല്ലാം ഗുളികൻ്റെ ഒരു ഏത് വെറുതെ ചിന്തിക്കാൻ മാത്രം.